പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂറത്തുൽ ബഖറയിലെ 179 വചനം പഠിക്കവേ വലകും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന ഭാഗം മനസ്സിലാക്കുകയുണ്ടായി. അതിൽ നമ്മൾ ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നത് ഒരു മഹത്തായ ആപ്തവചനമാണ്, ജവാമിഉൽ കലിമാണ് എന്ന് പറഞ്ഞ് അതെന്തുകൊണ്ട്, എങ്ങനെ, അതിൻ്റെ മഹത്വവും സവിശേഷതയും എങ്ങനെയൊക്കെ എന്ന വിഷയങ്ങളൊക്കെയാണ് പഠിച്ചത്. ഫിൽ ഖിസാസി ഹയാത്തുൻ, പ്രതിക്രിയ, തുല്യശിക്ഷ നടപ്പിലാക്കുന്നതിൽ ജീവിതമാണുള്ളത്. ജീവിതത്തിൻ്റെ ഇസ്തിബ്ഖ, ശേഷിക്കൽ, നിലനിൽപ്പ്, അതാണുള്ളത് എന്ന് രണ്ട് നിലക്ക് അതിനർത്ഥം പറഞ്ഞത് സൂചിപ്പിച്ചിരുന്നു. ഇസ്ലാം ഏതൊക്കെ വിഷയങ്ങളിൽ ഖിസാസ് നിയമമാക്കിയോ നിർബന്ധമാക്കിയോ നിശ്ചയിച്ചോ അതിലെല്ലാം ജീവിതവും മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പുമാണ് ഉള്ളത്. സുഗമമായി, സമാധാനപൂർണമായി, സഹവർത്തിത്വത്തിൽ സുഗമമായി, സൗഹൃദപൂർണമായി, പാരസ്പര്യത്തിൽ ഉള്ള ജീവിതത്തിൻ്റെ നിലനിൽപ്പ്, അതാണ് ഖിസാസിൽ. ഫിൽ ഖിസാസി ഹയ എന്നുള്ളത് ആശയം സമ്പുഷ്ടമായ ഒരു പ്രയോഗമാണ്. ഘടനാപരമായി പലതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയി. ഖിസാസിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു. ഇവിടെ ഖിസാസ് മുഖ്യമായും ഫിൻ നഫ്സിൻ്റെ വിഷയത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശം കൊലക്കുറ്റം ചെയ്തതിൻ്റെ വിഷയത്തിലാണ്. കൊലയാകുന്ന കുറ്റകൃത്യം, അതിൽ ഖിസാസ്. എന്നാൽ ഖിസാസ് കൊലക്കുറ്റത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല. നമ്മൾ പറഞ്ഞു ഫീമാ ദൂനൻ നഫ്സ്, മനുഷ്യനോടുള്ള ഇതര കുറ്റകൃത്യങ്ങൾ, അതിൽ അവയവങ്ങൾ ഛേദിക്കൽ, അവയവങ്ങളിൽ മുറിവേൽപ്പിക്കൽ, തലയിൽ വെട്ടുകൾ, പരിക്കുകൾ ഏൽപ്പിക്കൽ, അവയവങ്ങളുടെ ഉപയോഗം കെടുത്തൽ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതേപോലെ അടിക്കുക, തൊഴിക്കുക പോലുള്ള ഉപദ്രവങ്ങൾ, ശകാരിക്കുക, ചീത്ത വിളിക്കുക പോലുള്ള ഉപദ്രവങ്ങൾ, ഇതിലും ഖിസാസ് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവിധം ഖിസാസ് പ്രയോഗവൽക്കരിക്കുന്നതിൽ കുറ്റക്കാരനും ആരുടെ നേരെയാണോ കുറ്റകൃത്യം അവനും മറ്റുള്ളവർക്കും തങ്ങളുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പും സുരക്ഷയും തന്നെയാണുള്ളത്. മുഖത്തടിക്കുക, അതേപോലെ ശരീരത്തിൽ തൊഴിക്കുക, ശകാരവർഷം നടത്തുക തുടങ്ങിയതിലൊക്കെ ഖിസാസ് ഉണ്ടോ എന്നൊരു ചോദ്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയോട് ചോദിക്കപ്പെട്ടപ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത് മദ്ഹബുൽ ഖുലഫാഇ റാഷിദീന വഗൈരിഹിം മിനസ് സഹാബത്തി വതാബിഈൻ, ഖുലഫാ ഉർ റാഷിദീങ്ങളുടെയും സഹാബികളിലും താബിഈങ്ങളിലും പെട്ട മറ്റുള്ളവരുടെയും ഒക്കെ വീക്ഷണം അന്നൽ ഖിസാസ് സാബിത്തും ഫി ദാലിക കുല്ലിഹി, ഇതിലെല്ലാം ഖിസാസ് സ്ഥിരപ്പെട്ടതാണ്. ഫുഖഹാക്കൾ പിൽക്കാലത്ത് പലരും തൊഴിക്കുക, അടിക്കുക, ശകാരിക്കുക എന്നുള്ളതിലൊക്കെ ഖിസാസ് ഇല്ല, കാരണം അതിലൊക്കെ തുല്യമായ പ്രതികരണം കഴിയില്ല. പിൽക്കാല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ, ഇമാം മാലിക്, അതേപോലെ ഇമാം അഹ്മദ്, ഇവരുടെ മദ്ഹബുകളിൽ പലരുടെയും അതേപോലെ ഈ ഇമാംമാരുടെയും ഒക്കെ അഭിപ്രായം ഇതാണ്, ഇതിൽ ഖിസാസ് ഇല്ല എന്നുള്ളതാണ്. ഇമാം അഹ്മദിൽ നിന്നൊരു നിവേദനം ഖിസാസ് ഉണ്ട് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഉണർത്തുന്നുണ്ട്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലുഹ, തിന്മക്കുള്ള ശിക്ഷ, പ്രതിഫലം തുല്യമായത് നൽകലാണ്. ഫമൻ ഇഅ്തദ അലൈക്കും ഫഅ്തദു അലൈഹി ബിമിസ്ലി മാ അഅ്തദ അലൈക്കും,
നിങ്ങളോട് ആരെങ്കിലും അതിക്രമം ചെയ്താൽ അതിക്രമം ചെയ്തതിന് തുല്യമായതുകൊണ്ട് പ്രതികരിക്കുക. ഈ രണ്ട് വിശുദ്ധ വചനങ്ങൾ അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും ശകാരവർഷം നടത്തിയാലും ഖിസാസ് ഉണ്ട് എന്നതിനെയാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല പറയുന്നു സഹീഹിൽ, വ അഫാദ അബൂബക്കർ വബിനു സുബൈർ വ അലിയുൻ വ സുവൈദ് ഇബ്നു മുഖറിൻ റളിയല്ലാഹു അനിൽ ജമീ, ഇവരൊക്കെയും ഖവദ് നടത്തിയിട്ടുണ്ട്, ഖിസാസ് നടത്തിയിട്ടുണ്ട്. മിൻ ലതമത്തിൻ, അടിച്ചതിന്. വ അഖാദ ഉമറു മിൻ ദർബത്തിൻ ബിദ്ദിറ, വടികൊണ്ടടിച്ചതിൽ ഉമർ ഖിസാസ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയാണ് അദ്ദേഹം അലിയാർ ഖിസാസ് നടത്തിയത്. ഖാദി ഷുറൈഹ് ചമ്മട്ടി പ്രഹരത്തിന് ഖിസാസ് നടത്തിയത് ഒക്കെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. ഇബ്നു അബീ ശൈബ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒരു വ്യക്തിയെ ഒരു ദിവസം അടിച്ചൊരു സംഭവം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എന്തിനാണ് അടിച്ചത് എന്ന ആ കാരണം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആരെയാണ് അടിച്ചത് അയാളോട് പറഞ്ഞു, ഇഖ്തസ്സ, താങ്കൾ ഖിസാസ് നടത്തൂ എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചടിക്കാൻ പറഞ്ഞു എന്നാണ്. ഫഅഫർ റജുൽ, പക്ഷേ അടി കിട്ടിയ വ്യക്തി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മാപ്പ് നൽകുകയാണ് ഉണ്ടായത്. ഈ സംഭവം ഉദ്ദേശിച്ചാണ് ഇമാം ബുഖാരി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിസാസ് നടത്തി ലതമയുടെ വിഷയത്തിൽ, അടിയുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞത്. അതേപോലെ ഇബ്നു അബീ ശൈബ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ഒരടിയുടെ വിഷയത്തിൽ ഖിസാസ് നടപ്പിലാക്കിയത് ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ അടിച്ചത് കേസ് പ്രതികളടക്കം കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അടി കിട്ടിയ വ്യക്തിയോട് അലി പറഞ്ഞു എന്നാണ്, ഇഖ്തസ്സ, താങ്കൾക്ക് ഖിസാസ് നടത്താം, തിരിച്ചടിക്കാം എന്ന്. ഇതുപോലെ പല സംഭവങ്ങൾ. ഇമാം മാലിക് മുവത്തയിൽ ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. അബ്ദുർ റസാഖ് റഹ്മത്തുള്ളാഹി അലൈഹി മുസന്നഫിലും അത് നൽകുന്നുണ്ട്. ആമിർ ബിൻ റബിയ പറയാണ്, ഞാൻ ഉമറിൻ്റെ കൂടെ മക്കയിൽ വഴിയിലായിരുന്നു. അപ്പോൾ ഉമർ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് മൂത്രമൊഴിക്കുകയാണ്, മൂത്രവിസർജനം നടത്തുകയാണ്. അപ്പോൾ അടുത്ത് ചെന്നിട്ടൊരു വ്യക്തി ഉമറിനെ വിളിക്കുകയാണ്. മൂത്രവിസർജനം നടത്തിക്കൊണ്ടിരിക്കെ അടുത്ത് ചെന്നിട്ട് ഒരാൾ വിളിച്ചപ്പോൾ ഉമർ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് അയാളെ അടിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അജിൽത്തെ അലൈ, ഈ ഞാൻ ചെയ്യുന്ന വിസർജനം ഒന്ന് തീരാൻ താങ്കൾക്ക് കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല, തിരക്ക് കൂട്ടി എന്ന് പറഞ്ഞാണ് അടിച്ചത്. എന്നിട്ട് ഉമർ താൻ അടിച്ച ആ വടി ആ വ്യക്തിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഇഖ്തസ്സ, ഖിസാസ് നടത്തൂ. ഉമറിനെ തിരിച്ചു തല്ലാൻ പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി വിസമ്മതിച്ചു. അപ്പോൾ ഉമർ പറഞ്ഞു, ഇല്ല തഫ്അലന്ന, താങ്കൾ അടിച്ചേ മതിയാകൂ, എന്നെ തിരിച്ചടിച്ചേ മതിയാകൂ. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഇന്നി അഗ്ഫിറുഹ, താങ്കൾ എന്നെ അടിച്ചത് ഞാൻ താങ്കൾക്ക് മാപ്പാക്കുകയാണ് എന്ന്. ഇതുപോലെ പല സംഭവങ്ങളും. ഉമർ റളിയല്ലാഹു തആലയുടെ കാലത്ത് സുപ്രസിദ്ധമായ സംഭവം, ജബല ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി മക്കത്ത് വന്നു കഅബ തവാഫ് ചെയ്യുന്ന സമയം. ഈ ജബല ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി അറിയപ്പെട്ട ഖസ്സാൻ രാജകുടുംബത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അവർ നസാറാക്കളായിരുന്നു. ഖസാസിന, അവരിൽ അവസാനത്തെ രാജാവാണ് ഈ ജബല. ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ മുഖദ്ദിമയിൽ ഈ ജബലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഖസ്സാൻ രാജകുടുംബത്തിലെ 6-ാമൻ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇസ്ലാം ആശ്ലേഷിച്ചു. അങ്ങനെ പരിവാരത്തോടൊപ്പം മക്കയിൽ വന്ന് കഅബ തവാഫ് ചെയ്യുന്ന സമയം തവാഫിനിടയിൽ ഒരു അറാബി, ഫസാറ ഗോത്രക്കാരൻ അൽ ഫസാരി, ഈ ജബല ഇബ്നുൽ ഐഹമിൻ്റെ വസ്ത്രത്തിൽ ചവിട്ടി. തവാഫിനിടയിൽ നടക്കുമ്പോൾ വസ്ത്രത്തിൽ ചവിട്ടിപ്പോയി. ജബല അയാളോട് ദേഷ്യപ്പെട്ടു. അയാൾ പറഞ്ഞു, ഞാൻ ബോധപൂർവം ചവിട്ടിയതല്ല. പക്ഷേ ജബല ആ ഫസാരിയുടെ മുഖത്ത് ഒരടിയാണ്. ആ അടിയിൽ അയാളുടെ പല്ലുകൾ പൊട്ടിപ്പോയി, മൂക്ക് ചതഞ്ഞുപോയി. ഇമാം ഇബ്നു കസീറും മറ്റൊക്കെ ഈ സംഭവം ചരിത്രത്തിൽ അൽ ബിദായത്ത് വന്നിഹായിലും മറ്റൊക്കെ നൽകുന്നുണ്ട്. അത്ര ശക്തമായ ഒരടിയാണ്
ജബല ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി ആ അറാബിയായ ഫസാരിക്ക് സമ്മാനിച്ചത്. ഫസാരി അമീറുൽ മുഅ്മിനീൻ ഉമറിനോട് ഈ വിഷയം സങ്കടപ്പെട്ടു. ഉമർ ജബലയെ വിളിച്ച് ചോദിച്ചു ഇയാൾ അടിച്ചോ എന്നുള്ളത്. അപ്പം പറഞ്ഞു എൻ്റെ വസ്ത്രം നടക്കുന്നതിനിൽ ചവിട്ടി വലിച്ചു, അതഴിഞ്ഞു പോയി. എന്നിട്ട് പറയുന്നുണ്ട് ഹറമിൻ്റെ പവിത്രത ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ കൊല്ലുമായിരുന്നു. അപ്പോൾ ഉമർ പറയുന്നുണ്ട് അഖ്റർ താല നഫ്സിക് ഫഇമ്മ അൻ യഅഫു അൻക വഇമ്മ അൻ ആഖുദ ലഹു മിൻകൽ ഖിസാസ്. താങ്കൾ കുറ്റം സമ്മതിച്ചു, ഇനി അയാൾ താങ്കൾക്ക് മാപ്പ് തരട്ടെ, അല്ല എങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ട് ഖിസാസ് ഞാൻ എടുക്കും, നടപ്പിലാക്കും എന്നാണ് ഉമർ പറഞ്ഞത്. അയാൾ പറയുന്നുണ്ട് എന്നോട് ഖിസാസോ, ഞാൻ രാജാവല്ലേ, അയാൾ പ്രജയല്ലേ. അപ്പോൾ ഉമർ പറഞ്ഞു താങ്കൾ ഇസ്ലാം ആശ്ലേഷിച്ചു, അതോടുകൂടി താങ്കളും അയാളും ഇസ്ലാമിൽ ഒരുപോലെയാണ്. അപ്പോൾ ജബല ഒരു ദിവസത്തെ കാലതാമസം ആവശ്യപ്പെട്ടു. നാളെ ഖിസാസിന് അവസരമാകാം എന്ന് ജബല ആവശ്യപ്പെട്ടപ്പോൾ ഉമർ ആ ഫസാരിയോട് സമ്മതം ചോദിച്ചു. അങ്ങനെ നാളത്തേക്ക് അത് നീട്ടിവെച്ചു. പക്ഷേ അന്ന് രായിക്ക് രാമാനം ജബല ഇബ്നുൽ ഐഹം അൽ ഖസ്സാനി മക്ക വിട്ടു, ഇസ്ലാമും വിട്ടു, ഷാമിലേക്ക് നസാറാക്കളുടെ അടുക്കലേക്ക് ഓടിപ്പോയി എന്നുള്ളതാണ് ചരിത്രം. ഇസ്ലാമാകുന്ന സത്യം അറിഞ്ഞ് മനസ്സിലാക്കിയ ആളായിരുന്നു ജബല. അതുകൊണ്ടാണ് ഇസ്ലാം ആശ്ലേഷിച്ചത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അയാൾ ഇസ്ലാമിനോട് തെറ്റി മടങ്ങി. പിന്നീട് ഖേദം പറഞ്ഞു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റേതായി ഉദ്ധരിക്കുന്ന ചില കവിതകൾ കാണാം. തനസ്സറത്തിൽ അഷ്റാഫു മിൻ ആരി ലത്മത്തിൻ വമാ കാന ഫീഹാ ലൗ സബർത ലഹാ ദററു തകന്നഫനി ഫീഹാ അൽ-ലിജാജു വനഖ്വത്തുൻ വബിഅതു ബിഹാ അൽ-ഐന അസ്-സഹീഹത ബിൽ-അവരി ഫയാ ലൈത ഉമ്മി ലം തലിദ്നി വലൈതനി റജഅതു ഇലൽ ഖൗലി അല്ലദി ഖാലഹു ഉമറു വയാ ലൈതനി അർഅൽ മഖാദ ബിഖഫറത്തിൻ വകുന്തു അസീറൻ ഫി റബീഅത ഔ മുദരി വയാ ലൈത ലി ബിശ്ശാമി അദ്നാ മഈശത്തിൻ ഉജാലിസു ഖൗമി ദാഹിബ അസ്-സമഇ വൽ ബസരി അദീനു ബിമാ ദാനു ബിഹി മിൻ ശരീഅത്തിൻ വഖദ് യസ്ബിറുൽ ഊദുൽ കബീറു അല ദബരി എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ കവിതകൾ. അതിൽ അദ്ദേഹം ഒരു അടി കിട്ടിയതിൽ അല്ലെങ്കിൽ അടി കിട്ടുമെന്ന ഇത് ഒരു അപമാനമാണെന്നതിനാൽ ഞാൻ നസ്രാനിയത്തിനെ വീണ്ടും സ്വീകരിച്ചു, ഞാൻ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അതായിരുന്നു ഗുണപ്രദം, എനിക്ക് അഭിമാനരോഷം ഇളകി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആരോഗ്യമുള്ള കണ്ണിനെ രോഗമുള്ള കണ്ണുമായി കൈമാറ്റം ചെയ്തു. ഇസ്ലാം ഒഴിവാക്കി ഇതിനെക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ, ഉമർ പറഞ്ഞ ആ വാക്കിലേക്ക് ഞാൻ മടങ്ങിയിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ച ചരിത്രമൊക്കെ ഉദ്ധരിക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും. എന്തായാലും ഇവിടെ ലതമത്ത് അതിൽ ഖിസാസ്, അതേപോലെ ദർബത്ത് അതിൽ ഖിസാസ്, അതിൻ്റെയൊക്കെ ചരിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അബ്ദുള്ള ഇബ്നു മാഖിൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അലിയാരോടൊപ്പമായിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു അപ്പോൾ ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മൗലയായ ഖംബറിനെ ഏൽപ്പിക്കുകയാണ്. യാ ഖംബർ ഉഖ്റുജ് ഫജ്ലുദ് ഹാദ, അടിശിക്ഷ നൽകാൻ പറയാണ്. അങ്ങനെ അടിശിക്ഷയ്ക്ക് വിധേയമായ ആൾ പിന്നെ അലിയാരുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഖംബർ എന്നെ അടിച്ചു, പക്ഷേ നിങ്ങൾ പറഞ്ഞതിനേക്കാൾ 3 അടി, ശിക്ഷയേക്കാൾ 3 അടി എനിക്കേറെ തന്നു. അപ്പോൾ അലി ഖംബറിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സത്യമാണ്. അപ്പോൾ അടി നൽകപ്പെട്ട വ്യക്തി അയാളോട് അലി പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഖുദി സൗത്ത് ഫജ്ലിദുഹു സലാസത അസ്വാത്ത്, വടിയെടുത്തിട്ട് ഖംബറിനെ 3 അടി അടിക്കാൻ പറഞ്ഞു. എന്നിട്ട് അലി പറഞ്ഞു, യാ ഖംബർ ഇദാ ജലത്ത് ഫലാ തതഅദ്ദൽ ഹുദൂദ്, തങ്ങൾ അടിശിക്ഷ നൽകുമ്പോൾ അതിരുവിടരുത്. ഇതാണ് അലി പറഞ്ഞത് എന്നാണ്. ഞാനിതൊക്കെ ഉദ്ധരിച്ചത് ഖിസാസ് ഇസ്ലാമിൽ എങ്ങനെ ഏതിലൊക്കെ എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പ്രതിക്രിയ, തുല്യശിക്ഷ നടപ്പിലാക്കപ്പെടേണ്ടവനിൽ അത് നടപ്പിലാക്കിയില്ല എങ്കിൽ അതിനാലുണ്ടാകുന്ന അനീതി, അന്യായം, പിന്നീട് മനുഷ്യന്മാർ തമ്മിലുണ്ടാകുന്ന കലഹം, കലാപം, കയ്യാങ്കളികൾ, ഇതൊക്കെ ജീവന് ഭീഷണിയാണ്.
സുഗമമായ ജീവിതത്തിന്, സുസ്ഥിരമായ ജീവിതത്തിന് വിനയും വിപത്തുമാണ്. അതുകൊണ്ടാണ് ഫിൽ ഖിസാസി ഹയാത്ത്. എത്രത്തോളം ഫുഖഹാക്കൾ ചില ചരിത്രങ്ങളെ ഉദ്ധരിച്ച് സ്വത്ത് നശിപ്പിക്കപ്പെട്ടാൽ, ഉപകരണങ്ങൾ കേടാക്കിയാൽ, വസ്ത്രങ്ങൾ കീറിയാൽ, കൃഷി നശിപ്പിക്കപ്പെട്ടു, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടു, ഇത്തരം കുറ്റകൃത്യങ്ങളിൽ, അക്രമങ്ങളിൽ ഖിസാസുണ്ടോ, തുല്യ ശിക്ഷയുണ്ടോ? ചിലർ ഫുഖഹാക്കൾ അതിലൊക്കെയും ഖിസാസുണ്ട്. ന്യായം പറഞ്ഞത് മനുഷ്യ ശരീരം ഹനിക്കപ്പെട്ടാൽ ജീവന് പകരം ജീവനാണ്, മനുഷ്യന് നേരെ ഖിസാസാണ്. അവയവങ്ങൾ മുറിക്കപ്പെട്ടാൽ, മുറിവേൽപ്പിക്കപ്പെട്ടാൽ, ഉപയോഗം ഹനിക്കപ്പെട്ടാൽ അതിൽ വരെ ഖിസാസാണ്. അപ്പോൾ അതിനോളം ഒന്നും വിലയൊക്കാത്ത, തുകയൊക്കാത്ത വസ്തുവകകൾ, അതിനോടാണ് അതിക്രമമെങ്കിൽ, കുറ്റകൃത്യമെങ്കിൽ അതിൽ ഖിസാസ് ഉണ്ട് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞു. കുറേ മസ്അലകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്, ഞാനത് വിശദീകരിക്കല്ല. പക്ഷേ എന്നാലും ഖിസാസ് അറിയിക്കുന്നതായി ഇത്തരം ഭാഗങ്ങൾ സൂചിപ്പിച്ചു പോകൽ അനിവാര്യമാണ്. വീട് തകർക്കപ്പെട്ടാൽ, വൃക്ഷങ്ങൾ മുറിക്കപ്പെട്ടാൽ, കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെട്ടാൽ, വസ്ത്രങ്ങൾ കീറപ്പെട്ടാൽ അതിൽ ഖിസാസാണ് എങ്കിൽ അത് ഫസാദാണ്, ഇഫ്സാദാണ്, തുല്യത സാധ്യവുമല്ല. അതുകൊണ്ട് ഖിസാസ് ഇല്ല എന്ന് പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. വേണ്ടത് നഷ്ടം നികത്തുക, നഷ്ടപ്പെടുത്തിയതിന് തുല്യമായത് നേടിക്കൊടുക്കുക എന്നതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഇഅ്ലാമുൽ മുവഖ്ഖീൻ അല്ലെങ്കിൽ അഅ്ലാമുൽ മുവഖ്ഖീൻ എന്ന രചനയിൽ സ്വത്ത് നശിപ്പിക്കുന്നതിൽ ഖിസാസ് ഉണ്ടോ എന്ന വിഷയം ചർച്ച ചെയ്യവേ പറഞ്ഞു, ഇത്ലാഫുൽ മാൽ ഫഇൻ കാന മിമ്മാ ലഹു ഹുർമ, സ്വത്ത് അതിന് ഹുർമത്തുണ്ട്, വിലയും നിലവാരവും ഒക്കെ ഉള്ളതാണ് നശിപ്പിക്കപ്പെട്ടതെങ്കിൽ, മൃഗത്തെ കൊല്ലുക പോലുള്ളതൊക്കെ ഇതിൻ്റെ ഉദാഹരണം എങ്കിൽ, ഖിസാസ് മറ്റൊരു മൃഗത്തെ കൊല്ലുക എന്നുള്ളത് പാടുള്ളതല്ല. ഫലൈസലഹു അയ്യുത്ലിഫ മാലഹു, തൻ്റെ സ്വത്ത് നശിപ്പിച്ചവൻ്റെ സ്വത്ത് നശിപ്പിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. ഇനി ഒരു ഹുർമത്തില്ലാത്തതാണ്, ഒരാളുടെ ഒരു വസ്ത്രം കീറി, ഒരു പാത്രം ഉടച്ചു, അതിലും തിരിച്ചു പാത്രം ഉടക്കുക, വസ്ത്രം കീറുക എന്നുള്ളതല്ല ഖിസാസില്ല. പിന്നെ വേണ്ടത് ഇതിന് തുല്യമായതൊന്ന് നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ തുക കണക്കാക്കി നൽകുകയോ ആണ് വേണ്ടത്. അതാണ് ഇബ്നുൽ ഖയ്യിം പറയുന്നത്. എന്നിട്ടൊരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താ? അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യയോടൊത്ത് വീട്ടിലായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സംശയം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഭാര്യ ഒരു പാത്രത്തിൽ ഭക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി അയച്ചു, അനസിൻ്റെ കൂടെ നൽകി അയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ഭാര്യയോടത്താണ് ഉള്ളത്, ആ ഭാര്യ ഈ പാത്രത്തിൽ അടിച്ചു. അവർക്കത് പിടിച്ചില്ല. അതോടുകൂടി പാത്രം നിലത്ത് വീണു, അത് ഉടഞ്ഞു. തങ്ങളുടെ മറ്റൊരു ഭാര്യയുടെ പാത്രമാണ്. അതാണ് ഇവരെന്ത് ചെയ്തത്, അടിച്ച് തെറിപ്പിച്ച് അത് ഉടഞ്ഞത്. അതോടുകൂടി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅഖദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റത്തൈൻ, രണ്ടായി പിളർന്നു പാത്രം. ആ രണ്ട് പൊട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തു. എന്നിട്ട് ഫദമ്മ ഇഹ്ദാഹുമ ഇലൽ ഉഖ്റ, ഒരു പൊട്ട് മറ്റൊരു പൊട്ടിലേക്ക് ചേർത്ത് വെച്ചു. ഫജഅല യജ്മഉ ഫീഹ തആം, എന്നിട്ട് ഭക്ഷണം അതിലേക്ക് ശേഖരിച്ചു. ഗാറത്തു ഉമ്മുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രതികരിച്ചു. അതായത് അവർക്കൊരു അഭിമാന രോഷം ഇളകിയത് കൊണ്ടാണല്ലോ അവരത് ചെയ്തത്. കാര്യം റസൂലുള്ള പറയാണ്. പിന്നെ റസൂലുള്ള കുലു, എല്ലാവരോടും ഭക്ഷിക്കാൻ പറഞ്ഞു. ഫാക്കലോ, എല്ലാവരും തിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുണ്ട്, കൊണ്ടുവന്ന ഖാദിമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ഖാദിമിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു, ഈ ഭക്ഷണം കൊണ്ടുവന്ന ഖാദിമിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു ഭാര്യയുടെ വീട്ടിലാണോ ഉള്ളത്, ആരെ അടിച്ചിട്ടാണ് ഇത് പൊട്ടിയത്, അവരുടെ ആ വീട്ടിലുള്ള ഒരു പാത്രം കൊണ്ടുവന്നിട്ട് ആ പൊട്ടാത്ത പാത്രം അത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. ആർക്ക് നൽകി? ആരുടെ പാത്രമാണ് ഉടഞ്ഞത് അവർക്ക്. ആ ഹദീസിൽ കാണാം വതറക്കൽ മക്സൂറത ഫി ബൈത്തില്ലതി കസറത്ഹ, ആരാണ് ആ പാത്രം ഉടച്ചത് അവരുടെ വീട്ടിൽ പൊട്ടിച്ച പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെച്ചു എന്നാണ്. ഇതറിയിക്കുന്നത് എന്താ? പാത്രം ഉടക്കുക, പൊട്ടിക്കുക പോലുള്ളതായ കുറ്റം ഒരാൾ ചെയ്താൽ അതിൽ ഖിസാസില്ല, അയാളുടെ പാത്രം ഉടക്കുക എന്നുള്ളതില്ല. പിന്നെയോ തുല്യമായത് പകരം നൽകുകയോ അല്ലെങ്കിൽ അതിൻ്റെ തുക കണക്കാക്കി നൽകുകയോ ആണ് വേണ്ടത് എന്നതിൻ്റെ തെളിവാണിത്. ഇവിടെ തുല്യമായത് നൽകുകയാണ് ചെയ്തത്. ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഇമാം ഇബ്നു ഷിഹാബിൻ സുഹ്രി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ചിലർ തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കയറി അതിലുള്ള മരങ്ങൾ മുറിച്ചു, ചെടികൾ മുറിച്ച ഒരു കേസുമായി അവിടേക്ക് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ അതിനെന്താണ് പ്രതിവിധി? ഖിസാസാണോ? ഇവരുടെ ചെടിയും മരവും നശിപ്പിക്കുക എന്നുള്ളതാണോ? ആ വിഷയത്തിൽ സുഹ്രി നൽകിയ ഫത്വ യഗ്രിസുഹു കമാ കാൻ, ആരാണ് നശിപ്പിച്ചത് അവർ അതുപോലെ അത് നട്ടുപിടിപ്പിച്ച് വളർത്തുക എന്നുള്ളതാണ്. അദ്ദേഹം അതിന് തെളിവ് ഉദ്ധരിച്ചത് വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്ന ലിഹുക്മിഹിം ഷാഹിദീൻ. കർഷകരുടെ കൃഷി ഒരു വിഭാഗത്തിൻ്റെ ഇടയന്മാരുടെ ആടുകൾ നശിപ്പിച്ചപ്പോൾ, കയറി മേഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടത്തിൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും വിധി പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ആയത്തിൽ പ്രതിപാദ്യം. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം, അവരുടെ നഷ്ടത്തുക അത് വിധിച്ചു. പക്ഷേ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്താ ചെയ്തത്? ഇടയന്മാരിൽ നിന്ന് ആടുകളെ വാങ്ങി എന്നിട്ട് കർഷകർക്ക് നൽകി. കൃഷിഭൂമി ഇടയന്മാരെ ഏൽപ്പിച്ചു. ഇടയന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ആടുകൾ കേടാക്കുന്ന സമയം ഈ കൃഷിഭൂമി എങ്ങനെയാണോ അതുപോലെ നിങ്ങളിതിനെ വളർത്തുക, പരിചരിക്കുക. അതുവരേക്കും ഇടയന്മാരുടെ ആടുകൾ കർഷകർ ഉപയോഗിക്കുക. എപ്പോഴാണോ കൃഷിഭൂമി ശരിപ്പെടുത്തുന്നത് അപ്പോൾ ആടുകളെ തിരിച്ചു നൽകുക, കൃഷിഭൂമി കൈപ്പറ്റുക. ഇതാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധി. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയിൽ നിന്ന് വ്യത്യസ്തമായി ഫഫഹംനാഹ സുലൈമാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയെയാണ് അവിടെ ശരിപ്പെടുത്തിയതും സ്ഥിരീകരിച്ചതും. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഉണർത്തിയത് വലക്കും ഫിൽ ഖിസാസി ഹയാത്ത് എന്ന് പറഞ്ഞാൽ, ഖിസാസ് അത് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ പലതാണ്, വിഷയങ്ങൾ പലതാണ്. അത് ഉണർത്താനാണ്. നഫ്സിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ജീവന് പകരം ജീവൻ മാത്രമല്ല, അതിൽ മാത്രമല്ല ഖിസാസ്. പിന്നെയോ ഖിസാസ് പലതിലുമുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞിരുന്നു ഫീമാ ദൂന നഫ്സ്, നഫ്സല്ലാത്തതിൽ ഖിസാസ് എന്ന്. അതിൽ അവയവങ്ങൾ ഛേദിക്കൽ ഖത്അ, അതേപോലെ തന്നെ അവയവങ്ങളിൽ മുറിവുകൾ ജുറൂഹ്, അതേപോലെ ഷിജാജ് തലകളിൽ ഏൽക്കുന്ന മുറിവുകൾ, പൊട്ടലുകൾ, അതിൽ ഖിസാസിൻ്റെ വിഷയം. തലയിലേൽക്കുന്ന ഈ ഷിജാജ് അത് പല വകുപ്പുകളാണ്. ഹാരിസത്ത്, ദാമിയ, അതേപോലെ ബാദിഅ, മുതലാഹിമ, സിംഹാക്ക, ഇതൊക്കെ തലയിലേൽക്കുന്ന മുറിവുകളിൽ അതിൻ്റെ വകുപ്പുകളാണ്. കുറ്റം അതെത്രത്തോളം? ഇപ്പോൾ ഹാരിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊലി പൊട്ടിയാൽ കാണപ്പെടുന്ന മുറിവ്. ദാമിയ എന്ന് പറഞ്ഞാൽ മുറിവ് പറ്റി രക്തവും ഒലിച്ചു. ബാദിയ എന്ന് പറഞ്ഞാൽ തൊലി പൊട്ടി മാംസത്തിൽ മുറിവ് വീണു, മാംസം പിളർന്നു, ആ അവസ്ഥ.
മുത്തലാഹിമ എന്ന് പറഞ്ഞാൽ മാംസത്തിൽ മുറിവ് ആഴ്ന്നേറ്റത്. സിംഹാക്ക് എന്ന് പറഞ്ഞാൽ തലയിൽ തൊലിയും മാംസവും ഉണ്ട്, പിന്നെ തലയോട്ടിയാണ്. ആ തലയോട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പാടയാണ് സിംഹാക്ക്. അത് പൊട്ടിയാൽ അതാണ് സിംഹാക്ക്. ഇനി ഇതല്ലാതെ ഷിജാജിന് വേറെയും ഇനങ്ങളുണ്ട്. മുവദ്ദിഹ, ഹഷിമിയ, മുനക്കില, ഇങ്ങനെ തുടങ്ങി വേറെയും വകുപ്പുകൾ. 10 വകുപ്പുകളാണ് ഈ മുറിവുകൾ. ഇതിൽ 5ലും ഖിസാസോ ദിയയോ ഇല്ല എന്നാണ്, നഷ്ടപരിഹാര തുകയോ ഇല്ല. പിന്നെ അതിൽ ശിക്ഷ ഉണ്ട്, അതിന് ഹുക്കൂമ എന്ന് പറയും. അതൊക്കെ ഒരു വിശദമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ ഇതല്ലാത്ത മുറിവുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞല്ലോ, അതിലൊക്കെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. ഖിസാസില്ല, പക്ഷേ അതിൽ ദിയുണ്ട്, നഷ്ടപരിഹാര തുകയുണ്ട്. അത് ഈ പറയപ്പെട്ട മുറിവുകളുടെ നിർണയം ശിക്ഷാ കോടതി നടത്തിയതിന് ശേഷം. ഇതേപോലെ ഈ അവയവത്തിൻ്റെ ഉപയോഗം ഹനിക്കുന്ന വിഷയത്തിൽ ഖിസാസ്. ചിലർക്ക് നേരെ അതിക്രമമുണ്ടായി, അവരുടെ ബുദ്ധി പോയി. ചിലർ ഇപ്പോൾ കേൾവി പോകും, കാഴ്ച പോകും, മണം പിടിക്കാൻ കഴിയാത്ത അവസ്ഥ വരും അതിക്രമമുണ്ടായാൽ. സംസാരശേഷി പോകും. ചിലർക്ക് കുറ്റകൃത്യങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, സ്ഖലനശേഷി നഷ്ടപ്പെടും, ഗർഭധാരണശേഷി നഷ്ടപ്പെടും. ഇങ്ങനെ ഈ അവയവങ്ങളുടെ ഉപയോഗം ഹനിക്കപ്പെട്ടാലുണ്ടാകുന്ന വിഷയത്തിൽ അതിലൊക്കെ ഖിസാസ് നിശ്ചയിച്ചു. അതൊക്കെ കൊലക്കുറ്റത്തിന് ഇപ്പുറം ഖിസാസ് പറയപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, ഖിസാസിൽ ഹയാത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ മനുഷ്യജീവൻ അത് നിലനിൽക്കണം, സമാധാന ചിത്തമായി സുസ്ഥിരതയിൽ പാരസ്പര്യത്തിൽ അങ്ങനെ മനുഷ്യജീവൻ നിലനിൽക്കാൻ, മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകമാണ് ഖിസാസ് നടപ്പിലാക്കുക എന്നുള്ളത്. എപ്പോൾ കുറ്റകൃത്യങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുമ്പോൾ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ആയത്തിൻ്റെ തുടർഭാഗമാണ് പഠിക്കാനുള്ളത്. യാ ഉലിൽ അൽബാബി ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉലുൽ അൽബാബിനെ വിളിച്ച് ഫിൽ ഖിസാസി ഹയാത്തുൻ എന്ന് പറഞ്ഞത്? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.